PM ശ്രീ പദ്ധതിയിൽ കേരളം സുപ്രീം കോടതിയിലേക്ക് കേന്ദ്ര നിബന്ധനകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നേരത്തെ തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ PM ശ്രീ പദ്ധതിയുടെ നിബന്ധനകളുടെ പേരിൽ വലിയ തുകയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. പ്രധാനമായും കേന്ദ്രം ഈ പറയുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിലുള്ള സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാത്തതിന്റെ പേരിലുള്ള ഒരു പകപോക്കലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതടക്കമുള്ള വിഷയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്? തീർച്ചയായും മനു, അതിലൊരു സംശയമില്ല. കാരണം നേരത്തെ തന്നെ കേരളം വ്യക്തമാക്കിയിരുന്നു ഈ പദ്ധതി ഈ രീതിയിൽ പൂർണ്ണമായും സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിക്കുകയില്ല. കാരണം ഇതിന്റെ നിബന്ധനകളിൽ പല കാര്യങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പരിശോധനകൾ നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് സംസ്ഥാനം വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാടും സുപ്രീം കോടതിയെ ഈ ഒരു വിഷയത്തിൽ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തമിഴ്നാടിനോടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനം ആവശ്യപ്പെടുക സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ ഈ നിബന്ധനകൾ ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ്. കാരണം ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ ഫണ്ടുകൾ നൽകൂ എന്നുള്ളൊരു നിലപാട് അത് തിരുത്തേണ്ടതാണ്. അതിനൊപ്പം തന്നെ പൂർണ്ണമായും കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം അത്തരത്തിലുള്ള നീക്കങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അതിന് സമാനമായ രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം അത് ഒരു തരത്തിലും സംസ്ഥാനം നടപ്പാക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ അത് കർശനമായും ഒഴിവാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായും കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. മനു, ഷീജ പറഞ്ഞതുപോലെ നമുക്കറിയാം, നേരത്തെ നമുക്ക് ലഭിക്കാനുള്ള ധനവിഹിതം അടക്കം തടഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ നീക്കത്തിനെതിരെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. സുപ്രീം കോടതി അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വിശാലമായ ബെഞ്ചിന് വിടുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ സംഘ് അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമം നമ്മളതിനെ എതിർക്കുന്നു. അപ്പോൾ ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനങ്ങളെ നിയമപരമായ ഭരണഘടനാപരമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തുറന്നു കാട്ടുക എന്നൊരു വലിയ ദൗത്യത്തിലേക്ക് പോവുകയാണോ കേരളവും തമിഴ്നാടും ഒക്കെ? അതിന്റെ ഭാഗമായിട്ടാണോ ഈ നീക്കങ്ങൾ? തീർച്ചയായും ആ രീതിയിലുള്ളൊരു സംയുക്തമായിട്ടുള്ള ഒരു വലിയ ദൗത്യം തന്നെയാണിത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മനു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങൾ കേന്ദ്രം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കടക്കമുള്ള കടന്നുകയറ്റം. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ മേഖല കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നീക്കം. അത് ഈ രീതിയിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിനെ അറിയിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നിൽ മറ്റൊരു വിഷയം കൂടി വെക്കുന്നത്. ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഫണ്ടുകൾ അടക്കം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന് ഏതായാലും നിയമ പോരാട്ടം എന്നല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ഏതായാലും PM ശ്രീ പദ്ധതിയിൽ പറയുന്നത് പ്രകാരമുള്ള നിബന്ധനകൾ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പരമോന്നത നീതിപീഠം എന്താണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റക്കാര്യം കൂടി, നമ്മൾ ഇതിന്റെ പരമാവധി സാധ്യതകൾ ചർച്ചകളുടെ സാധ്യതകൾ നോക്കിയിരുന്നു. ഇപ്പോൾ അവസാനം മന്ത്രി V ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ കണ്ടടക്കം ചർച്ചകൾ നടത്തിയിരുന്നു. അവിടെയൊന്നും കേന്ദ്രം ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ആ ഘട്ടത്തിൽ നിയമപരമായ പോരാട്ടങ്ങളിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലേ? മനു, കാരണം പല രീതിയിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി നേരിട്ട് കേന്ദ്രമന്ത്രിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അറിയിക്കുന്നു. സംസ്ഥാനത്തിന്റെ ആശങ്ക പ്രത്യേകമായി തന്നെ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒക്കെ വന്നിട്ടും അതിൽ സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. അതിനൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ നിലപാടിൽ കേന്ദ്രം ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, ആ പിടിവാശി അതിൽ നിന്ന് മാറാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നിയമവശം മാത്രം നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ മാത്രമാണ് സംസ്ഥാനത്തിന് മുന്നിലുള്ള വഴി എന്നുള്ളത് കൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം. ഓക്കെ, താങ്ക് യു ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിരിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രം നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്കെതിരെ നമുക്ക് ലഭിക്കാനുള്ള തുകകൾ തടഞ്ഞു വെക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് കേരളം പോകുന്നു കേന്ദ്രത്തിനെതിരെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തമിഴ്നാടും സമാനമായ രീതിയിൽ സുപ്രീം കോടതിയിലേക്ക് പോയിരുന്നു. തമിഴ്നാടുമായി അടക്കം ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് കേരളവും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷീജ വിവരങ്ങൾ നൽകിയത്.